ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ചില ആളുകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ കോടീശ്വരന്മാരാകുന്നത്, അതേസമയം മറ്റുള്ളവർ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് നിങ്ങളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം കഠിനാധ്വാനമോ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ല. യഥാർത്ഥത്തിൽ ഈ വ്യത്യാസം ചിന്തയുടേതാണ്. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്, അതുതന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ചിന്തയെ പൂർണ്ണമായി മാറ്റിമറിച്ച ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പുസ്തകത്തിന്റെ പേര് സീക്രട്സ് ഓഫ് ദ മില്യണർ മൈൻഡ്, അതായത് കോടീശ്വരന്മാരുടെ മനസ്സിന്റെ രഹസ്യങ്ങൾ. ഇതിന്റെ രചയിതാവ് ടി ഹാർവേക്കർ ആണ്. അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളിൽ ഈ പുസ്തകത്തിൽ പങ്കുവച്ചു. അദ്ദേഹം ഒരു കോടീശ്വരൻ കൂടിയാണ്. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഒരു മണി ബ്ലൂ പ്രിന്റ് ഉണ്ടെന്ന് ടി ഹാർവേക്കർ പറയുന്നു. നിങ്ങളുടെ മനസ്സിലെ പണവുമായി ബന്ധപ്പെട്ട ശീലങ്ങളും ചിന്തകളും തീരുമാനങ്ങളും ആശ്രയിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ. മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്കൂൾ, സമൂഹം, മാധ്യമങ്ങൾ എന്നിവയിൽ നിന്ന് പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പഠിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഈ ബ്ലൂ പ്രിന്റ് രൂപപ്പെടാൻ തുടങ്ങുന്നു. പണം മോശമാണ് എന്നോ, സമ്പന്നർ അത്യാഗ്രഹികളാണ് എന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പണത്തിന് കുറവുണ്ടായിരുന്നുവെന്നോ കുട്ടിക്കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പണം നേടുന്നത് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് വിശ്വസിക്കാൻ തുടങ്ങും. ഇക്കാരണത്താൽ നിങ്ങൾ വളരുമ്പോൾ സമ്പന്നനാകാനുള്ള വഴി ദുർഘടമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇനി ബ്ലൂ പ്രിന്റ് എങ്ങനെ മാറ്റാം? ഇതിനായുള്ള 3 ഘട്ടങ്ങൾ. ഒന്നാമത്തേതാണ് അവബോധം. പണത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണെന്ന് ആദ്യം തിരിച്ചറിയുക. രണ്ടാമതായിട്ട് മനസ്സിലാക്കൽ. ഈ ചിന്ത എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കുക. ആര്, എപ്പോൾ, എന്തുകൊണ്ട് നിങ്ങളെ ഇത് പഠിപ്പിച്ചു. അടുത്താണ് പുനർനിർമ്മാണം. എന്നിട്ട് ആ ചിന്തകളെ മാറ്റുക. ഉദാഹരണത്തിന് സ്വയം പറയുക, പണത്തെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം അത് സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ഉപാധിയാണെന്നാണ്. അങ്ങനെ നിങ്ങൾ ഓരോ വിചാരങ്ങളെയും മാറ്റണം. പുസ്തകത്തിന്റെ 2ാം ഭാഗത്ത് ടി ഹാർവേക്കർ സമ്പന്നമായ ചിന്താഗതിയുള്ള ആളുകൾ പിന്തുടരുന്ന 17 ശീലങ്ങളെക്കുറിച്ച് പറയുന്നു. അവ നമുക്കും സ്വീകരിക്കാം. ഒന്നാമത്തെ ശീലമാണ്, സമ്പന്നർ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്: ഞാനാണ് എൻ്റെ ജീവിതത്തിന്റെ നിർമ്മാതാവ്. അവർ സാഹചര്യങ്ങളുടെ ഇരകളല്ല. ഒരു പ്രശ്നം വരുമ്പോൾ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവർ ചോദിക്കുന്നു, എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ ചിന്ത അവർക്ക് നിയന്ത്രണം നൽകുകയും അവർ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ശീലം, സമ്പന്നർ അവസരങ്ങൾ കാണുന്നു, ദരിദ്രർ തടസ്സങ്ങൾ കാണുന്നു. സമ്പന്നമായ ചിന്താഗതിയുള്ളവർ ഓരോ പ്രശ്നത്തിലും അവസരങ്ങൾ കണ്ടെത്തുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, ഇതെന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന്, ലോക്ക്ഡൌൺ സമയത്ത് പലരും ഓൺലൈൻ ബിസിനസ് ആരംഭിച്ചു, എന്നാൽ മറ്റു ചിലർ പരാതി പറയുന്നു. മൂന്നാമത്തെ ശീലം, സമ്പന്നർ വലുതായി ചിന്തിക്കുന്നു, ദരിദ്രർ ചെറുതായി ചിന്തിക്കുന്നു. വലുതായി ചിന്തിക്കുക എന്നതിനർത്ഥം നിങ്ങൾ കൂടുതൽ ആളുകളെ സഹായിക്കാനും കൂടുതൽ മൂല്യം നൽകാനും ആഗ്രഹിക്കുന്നു എന്നാണ്. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, എന്റെ കാര്യം നടന്നാൽ മാത്രം മതി. നാലാമത്തെ ശീലം, സമ്പന്നർ വിജയിക്കാൻ വേണ്ടി കളിക്കുന്നു, ദരിദ്രർ തോൽക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്നു. സമ്പന്നമായ ചിന്താഗതിയുള്ളവർ തങ്ങളുടെ 100% നൽകുകയും വലിയ ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ആഗ്രഹിക്കുന്നത് മോശമായിട്ടൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമാണ്. സമ്പന്നർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ്. അവർ പകുതി മനസ്സോടെ ജോലി ചെയ്യുന്നില്ല. അവർ പറയുന്നു, ഞാനിത് ചെയ്യും, അല്ലാതെ നോക്കട്ടെ എന്ത് സംഭവിക്കും, അങ്ങനെയൊന്നും പറയില്ല. ദരിദ്രർ പലപ്പോഴും ഞാനൊരു പണക്കാരനായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നു, പക്ഷെ അതിനായി ഒന്നും ചെയ്യുന്നില്ല. പ്രതിബദ്ധത എന്നാൽ ഒഴിവുകഴിവുകളല്ല, പ്രവൃത്തികളാണ്. ആറാമത്തെ ശീലം, സമ്പന്നർ പ്രശ്നത്തെക്കാൾ വലുതായി വളരുന്നു. ഏത് പ്രശ്നവും ചെറുതായി തോന്നുന്ന തരത്തിൽ അവർ സ്വയം വികസിക്കുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ചെറിയ ബുദ്ധിമുട്ടുകളിൽ പതറിപ്പോവുകയും തോൽവി സമ്മതിക്കുകയും ചെയ്യുന്നു. ഏഴാമത്തെ ശീലം, സമ്പന്നർക്ക് പണം കൈകാര്യം ചെയ്യാൻ അറിയാം. അവർ എത്ര സമ്പാദിച്ചാലും അതിനൊരു ബജറ്റ് ഉണ്ടാക്കുന്നു. സമ്പാദ്യം, നിക്ഷേപം, വിദ്യാഭ്യാസം, ദാനം, വിനോദം എന്നിങ്ങനെയുള്ള ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, കൂടുതൽ പണം വരുമ്പോൾ കൈകാര്യം ചെയ്യാം. എട്ടാമത്തെ ശീലം, സമ്പന്നർ പണത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അവർ സ്റ്റോക്കുകൾ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ജീവിതകാലം മുഴുവൻ പണം സമ്പാദിക്കാൻ, അതായത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം ജോലി ചെയ്യുന്നു. ഒൻപതാമത്തെ ശീലമാണ്, സമ്പന്നർ ഭയമുണ്ടായിട്ടും പ്രവർത്തിക്കുന്നു. അവർ ഭയപ്പെടുന്നു, പക്ഷെ ഭയം അവരെ തടയാൻ അവർ അനുവദിക്കുന്നില്ല. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ഭയത്തെ തീരുമാനമെടുക്കുന്നതിന് ഒരു തടസ്സമായി കാണുന്നു. പത്താമത്തെ ശീലം, സമ്പന്നർ പഠനം ഒരിക്കലും നിർത്തുന്നില്ല. അവർ പുസ്തകം വായിക്കുന്നു, കോഴ്സുകൾ ചെയ്യുന്നു, ഉപദേശകരെ, അതായത് മെന്റേഴ്സിനെ കാണുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ള ആളുകൾ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് പഠനം നിർത്തുന്നു. 11ാമത്തെ ശീലം, സമ്പന്നർ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. അവർ അവസരം കണ്ടാൽ ഉടൻ തീരുമാനമെടുക്കുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ഒരുപാട് ആലോചിക്കുകയും സംശയിക്കുകയും സമയം പാഴാക്കുകയും ചെയ്യുന്നു. 12ാമത്തെ ശീലം, സമ്പന്നർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അവർ തങ്ങളുടെ ബ്രാൻഡിനെയും ആശയത്തെയും കഴിവിനെയും പ്രൊമോട്ട് ചെയ്യാൻ മടിക്കുന്നില്ല. ദരിദ്രർ ഭയപ്പെടുന്നു, ആളുകൾ എന്തു പറയും.
14-ാമത്തെ ശീലം, സമ്പന്നർ തങ്ങളെ സമ്പന്നരാക്കാൻ യോഗ്യരായി കണക്കാക്കുന്നു. അവർക്ക് ആത്മാഭിമാനമുണ്ട്. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ സ്വയം ചെറുതായി കാണുകയും ആത്മവിശ്വാസക്കുറവ് അനുഭവിക്കുകയും ചെയ്യുന്നു. 15-ാമത്തെ ശീലം, സമ്പന്നർ ദാനം ചെയ്യുന്നു. പ്രപഞ്ചത്തിൽ ഒരുപാടുണ്ടെന്നും കൊടുക്കുന്നതിലൂടെ കൂടുതൽ ലഭിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ ചിന്തിക്കുന്നു, എന്റെ കയ്യിൽ ഒരുപാടുണ്ടാകുമ്പോൾ ഞാൻ കൊടുക്കും. 17-ാമത്തെ ശീലം, സമ്പന്നർ എനിക്ക് കഴിയും എന്ന ഭാഷ ഉപയോഗിക്കുന്നു. അവർ പറയുന്നു, എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് പഠിക്കാൻ കഴിയും, ഞാൻ ഇതിന് യോഗ്യനാണ്. ദരിദ്രമായ ചിന്താഗതിയുള്ളവർ പറയുന്നു, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പേടിയാണ്. നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ചിന്തയുടെ കണ്ണാടിയാണ്. നിങ്ങൾ ചിന്തയിലൂടെ വിധിയെ രൂപപ്പെടുത്തുന്നു. സീക്രട്സ് ഓഫ് ദ മില്യണർ മൈൻഡ് എന്നത് കേവലം കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളുടെ ഒരു ശേഖരമല്ല, മറിച്ച് നിങ്ങളുടെ ചിന്തയെ ആഴത്തിൽ മാറ്റിമറിക്കാൻ സഹായിക്കുന്ന, പ്രായോഗികമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. പണം മോശമാണ് എന്നോ എനിക്ക് പണക്കാരനാകാൻ കഴിയില്ല എന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് പണം എൻ്റെ നന്മയ്ക്ക് ഉള്ള ഒരു ഊർജമാണ്, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും സമ്പന്നനാകാൻ യോഗ്യനാണ് തുടങ്ങിയ അഫർമേഷൻസ് ഉപയോഗിച്ച് മാറ്റണമെന്ന് ടി ഹാർവേക്കർ പറയുന്നു. നമ്മുടെ ആന്തരിക ലോകമാണ് നമ്മുടെ ബാഹ്യലോകത്തിന്റെ അടിത്തറയെന്ന് മനസ്സിലാക്കുക. ഈ പുസ്തകം നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ സമ്പത്തിനെ പറ്റിയുള്ള നല്ല വിചാരങ്ങൾ നിറച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഈ പുസ്തകം ചിന്തിക്കാൻ മാത്രമല്ല പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ കുട്ടിക്കാലത്തെ പണത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ എന്തായിരുന്നുവെന്നും അവ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചുവെന്നും വിശകലനം ചെയ്യുന്ന ഡെബിറ്റ് ഡയറി എഴുതുന്ന പോലുള്ള പ്രായോഗിക പരിശീലനങ്ങളും അദ്ദേഹം പഠിപ്പിക്കുന്നു. മറ്റൊന്ന് പണം കൈകാര്യം ചെയ്യുന്ന സംവിധാനമാണ്. അതിൽ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിൽ വരുമാനത്തെ ആവശ്യങ്ങൾ, ദീർഘകാല സമ്പാദ്യം, വിദ്യാഭ്യാസം, നിക്ഷേപം, വിനോദം, ദാനം എന്നിങ്ങനെ 6 ഭാഗങ്ങളായി തിരിക്കുന്നു. പുസ്തകത്തിൽ നൽകിയിട്ടുന്ന പരിശീലനങ്ങൾ വളരെ ഫലപ്രദമാണ്. ഉദാഹരണത്തിന്, പണത്തിനോട് നന്ദി പ്രകടിപ്പിച്ച് ഒരു കത്തെഴുതുക, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സ്വയം പ്രചോദനാത്മകമായ കാര്യങ്ങൾ പറയുക തുടങ്ങിയവ. അവസാനമായി ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സമ്പന്നനാകുന്ന ഒരു ബാഹ്യമായ മാന്ത്രിക വിദ്യയുടെ ഫലമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ദൈനംദിന പരിശീലനത്തിന്റെയും ഫലമാണെന്നാണ്. പരിമിതമായ ചിന്തകളെ തിരിച്ചറിയുക, അവയെ തകർക്കുക, പകരം പുതിയ പോസിറ്റീവ് ചിന്തകൾ സ്വീകരിക്കുക. അപ്പോൾ ജീവിതത്തിൽ യഥാർത്ഥ പരിവർത്തനം വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.